നമസ്കാരം. ട്രംപ് കട്ട കലിപ്പിലാണ്. നിക്കോളാസ് മഡുറോയെ, വെനസ്വേലയുടെ പ്രസിഡന്റിനെ, അവിടുത്തെ പരമാധികാരത്തെ മറികടന്ന് രാജ്യത്ത് കടന്നു കയറി തട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ ഒരു തടവറയിൽ വെച്ചിരിക്കുകയാണ്. ഇത്രയും ചെയ്തിട്ടും എന്തിനാണ് ട്രംപ് കലിപ്പിലായത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ട്രംപ് കട്ട കലിപ്പിലാണ്. അതിന് തക്കതായ കാരണങ്ങളും ഉണ്ട്. 3 കാര്യങ്ങളാണ് ട്രംപിൻ്റെ കലിപ്പിൻ്റെ പശ്ചാത്തലത്തിലുള്ള 3 കാരണങ്ങളിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകുന്നത്. ഒന്നാമത്തേത്, വെനസ്വേലയിൽ മഡുറോ പോയതിന് ശേഷം ഉള്ള സാഹചര്യമാണ്. അവിടെ പുതിയ പ്രസിഡന്റിനെ, ഇടക്കാല പ്രസിഡന്റിനെ നിയമിച്ചു. ഡെൽസി റോഡ്രിഗസിനെ നിയമിച്ചു. അവർ ഡെൽസി അധികാരമേറ്റെടുത്തതിന് ശേഷം വേറൊരു മഡുറോയോ ഷാവേസിൻ്റെയോ ഒക്കെ ശൈലിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. ട്രംപ് വിചാരിച്ചു എല്ലാവരും ഒന്ന് പേടിച്ചിട്ടുണ്ടാവുമെന്ന്. എന്നാൽ അവർ പേടിക്കാൻ തയ്യാറായില്ല. അമേരിക്കയെ ധിക്കരിച്ചാൽ, ശരിയായത് ചെയ്തില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഞായറാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഡെൽസിയുടെ അധികാരത്തിൽ നിയമിക്കപ്പെട്ടതിന് ശേഷമുള്ള പ്രതികരണത്തിലെ സകല രോഷവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ശരിയായത് ചെയ്തില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്ന തമ്പ് ഡയലോഗാണ് മൂപ്പര് പറഞ്ഞത്. തമ്പിനെയിലൊക്കെ കാണില്ലേ യൂട്യൂബിൽ, അമ്മാതിരി ഡയലോഗാണ് മൂപ്പര് പറഞ്ഞത്. റോഡ്രിഗസിനുള്ള മുന്നറിയിപ്പ്: വെനസ്വേലയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണമായ പ്രവേശനം നൽകണം. റോഡ്രിഗസ് അതിന് തയ്യാറായാൽ രാജ്യത്ത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ട സഹായം ഞങ്ങൾ ചെയ്യും. ക്രൂഡ് ഓയിൽ അടക്കമുള്ളവയിൽ അമേരിക്കയ്ക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം. ഇതാണ് ട്രംപിൻ്റെ ആവശ്യം. അതായത് അമേരിക്കയ്ക്ക് വെനസ്വേല സ്വന്തം കോളനി പോലെ നോക്കി നടത്താനുള്ള ഒരു അനുവാദം കിട്ടണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നാണ് ട്രംപ് പറയുന്നത്. അത് പ്രതീക്ഷിച്ചാണ് മഡുറോയെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ഒന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ നിരാശ. എന്നാൽ ഇതിന് പ്രതികരണം റോഡ്രിഗസ് നടത്തി. ഡെൽസി അധികാരമേറ്റെടുത്ത അല്ലെങ്കിൽ അവിടെ നിയമിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ അവർ വെനസ്വേലയുടെ നിലപാട് മഡുറോയുടെ നിലപാടിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. എണ്ണ സമ്പത്ത് ഭീഷണിയിലൂടെ കൈക്കലാക്കാനുള്ള അമേരിക്കയുടെയും ട്രംപിൻ്റെയും നീക്കങ്ങളെ അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് ഡെൽസി റോഡ്രിഗസിൻ്റെ പ്രഖ്യാപനം. രാജ്യത്തിൻ്റെ നയങ്ങളിൽ വെള്ളം ചേർക്കില്ല. രാജ്യം ഒന്നാകെ മഡുറോയ്ക്കൊപ്പമുണ്ട്, അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കൊപ്പമുണ്ട്. ഏത് ഭീഷണിക്കും വഴങ്ങില്ല. വെനസ്വേല ഒരിക്കലും ഒരു കോളനി ആകില്ല എന്നാണ് ഡെൽസി പറഞ്ഞത്. വെനസ്വേല ഒരിക്കലും ഒരു കോളനി ആകില്ല. രാജ്യത്തിൻ്റെ സ്വാഭാവിക വിഭവങ്ങൾ സംരക്ഷിക്കപ്പെടണം. രാജ്യത്തിൻ്റെ പ്രതിരോധ നേതൃത്വം മഡുറോയുടെ നയങ്ങളിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് ഡെൽസി റോഡ്രിഗസിൻ്റെ പ്രതികരണം. എങ്ങനെ ട്രംപ് രോഷം കൊള്ളാതിരിക്കും? ട്രംപിൻ്റേത് പരിഹാസ്യമായ നിലപാടാണ്. ഫ്രാൻസ് മുതൽ മാർപ്പാപ്പ വരെ ട്രംപിനെതിരെ രംഗത്തെത്തി. യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളോ എന്ന വ്യത്യാസങ്ങളൊന്നുമില്ല. ട്രംപും അമേരിക്കയും ചെയ്ത ചെയ്ത്തിലെ നീതിയില്ലാത്ത സമീപനം, അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ടുള്ള സമീപനം കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കി. മാർപ്പാപ്പ അമേരിക്കൻ അധിനിവേശത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചതുകൂടി ട്രംപിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ പ്രകോപനം. രാജ്യങ്ങൾ ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കക്ക് അനുകൂലമായി രാജ്യങ്ങളൊക്കെ അണിനിരക്കും എന്നുള്ള പ്രതികരണം അത് പ്രതീക്ഷിച്ചിരുന്ന ട്രംപിന് അതിന്മേലും ഒരാഘാതം കിട്ടി. അതാണ് രണ്ടാമത്തെ പ്രകോപനം. യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് ആദ്യം നമുക്ക് നോക്കാം. ഒന്ന്, ഫ്രാൻസ് പറഞ്ഞത് നിയമവിരുദ്ധമാണ് ഈ നീക്കം എന്നാണ്. ബലപ്രയോഗ നിരോധന തത്വത്തിൻ്റെ ലംഘനമാണ്. എന്നാൽ അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് എഡ്മുണ്ടോ ഗോൺസാലസിൻ്റെ കീഴിലുള്ള പുതിയ ഭരണത്തെ ആവശ്യപ്പെടുകയും ചെയ്തു ഫ്രാൻസ്. അതായത് അമേരിക്ക ഈ ചെയ്തതിൻ്റെ ഉള്ളടക്കം ചില രാജ്യങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഈ ചെയ്ത്തിൻ്റെ സമീപനം അവർ എതിർക്കുകയാണ്. ഫ്രാൻസ് അതാണ് ചെയ്യുന്നത്. ഇനി യു കെ പറയുന്നത് മഡുറോയുടെ ഭരണകൂടത്തിൻ്റെ അന്ത്യം കുറിച്ചതിൽ അമേരിക്കയെ അഭിനന്ദിക്കുന്നു. എങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് അവർ ഊന്നിപ്പറയുന്നത്. ആക്രമണത്തിൽ പങ്കാളിത്തമില്ല എന്ന് ബ്രിട്ടൻ കൈ കഴുകുകയും ചെയ്തു. ഇതിലൊക്കെ അമേരിക്ക തന്നെ ഞങ്ങൾക്ക് അതിലൊന്നും പങ്കാളിത്തമില്ല എന്ന് UK പറഞ്ഞു. ജർമ്മനി വെനസ്വേലയിൽ മഡുറോയുടെ പ്രസിഡൻ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവരോഹണം സ്ഥാനത്ത് ഇരിക്കുന്നതിന് വേണ്ടി അംഗീകരിച്ച അവർ കൈക്കൊണ്ട വഴികൾ ഒന്നും, അതായത് ആ തെരഞ്ഞെടുപ്പ് പോലും അംഗീകരിക്കുന്നില്ല. പക്ഷേ ഈ നടപടി, അമേരിക്ക എടുത്ത ഈ സമീപനം സങ്കീർണമായ നിയമപരമായ വിലയിരുത്തലിന് വിധേയമാകണം, അസ്ഥിരത ഒഴിവാക്കണം എന്നും അവർ ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് അമേരിക്കയ്ക്ക് വലിയ ആഘാതമാവുന്നത് ഒരു വൻശക്തി കൂടിയായ റഷ്യയുടെ കടുത്ത നിലപാട് പ്രഖ്യാപനമാണ്. യുക്രൈനിലുള്ള റഷ്യയുടെ അധിനിവേശത്തെ റഷ്യക്ക് അനുകൂലമായ നിലപാട് പോലും ഇടക്ക് കൈക്കൊള്ളുന്നു എന്ന് തോന്നും വിധത്തിൽ ട്രംപ് സമീപനം കൈക്കൊണ്ടിരുന്നു. യുക്രൈനെയും സെലൻസ്കിയെയും അദ്ദേഹം ട്രംപ് പരസ്യമായി ചീത്ത പറയുന്നവരെ നമ്മൾ കണ്ടതാണ്. പക്ഷേ റഷ്യ നീതിന്യായ
പച്ചയായ സംവിധാനത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ട്രംപും അമേരിക്കയും വെനസ്വേലയിൽ നടത്തിയ കടന്നുകയറ്റത്തെ അപലപിക്കുകയാണ് ചെയ്തത്. റഷ്യ ഇതിനെ വിശേഷിപ്പിച്ചത് സായുധാക്രമണം എന്നാണ്. ഇത് ലോക സമാധാനത്തിന് ഈ സമീപനം ഭീഷണിയാണ് എന്നും റഷ്യ പ്രതികരിച്ചിട്ടുണ്ട്. യുക്രൈനിൽ ഇനി എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ നമുക്ക് വന്ന് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും ലാറ്റിൻ അമേരിക്കയിലെ മിക്ക രാജ്യങ്ങളും ട്രംപിൻ്റെ നോട്ടപ്പുള്ളികളാണ്. അതുകൊണ്ട് തന്നെ പലരുടെയും എതിർപ്പ് ഈ കാര്യത്തിൽ പരസ്യമായി തന്നെ പറയാൻ അവർക്ക് ധൈര്യവുമുണ്ടായി. ബ്രസീൽ പരമാധികാരത്തിന് അപമാനമായി ഈ സമീപനത്തെ അപലപിച്ചു. ബ്രസീൽ അപകടകരമായ മുൻ മാതൃക എന്നാണ് ബ്രസീൽ പറഞ്ഞത്. രണ്ടാമത്തേത് മെക്സിക്കോ UN ചാർട്ടറിൻ്റെ ലംഘനമായി ഈ വിഷയത്തെ വിമർശിച്ചു. ഇങ്ങനെയുള്ള പരിപാടികൾ ശരിയല്ല എന്ന് പറഞ്ഞു. ആക്രമണം അമേരിക്ക അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. അടുത്തത് കൊളംബിയ. ആക്രമണത്തെ അപലപിക്കുകയാണ് കൊളംബിയയും ചെയ്തത്. UN OAS മീറ്റിങ്ങുകൾ നിർദ്ദേശിച്ച പ്രകാരമുള്ള അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം. ഈ യോഗം എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർക്കണം. ഐക്യരാഷ്ട്രസഭയുടെ യോഗം വിളിച്ചു ചേർക്കണം എന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല അവർ അതിർത്തിയിൽ സൈന്യത്തെയും വിന്യസിച്ചിട്ടുണ്ട്. ട്രംപിൻ്റെ അടുത്ത നോട്ടം അവരുടെ മേലാണല്ലോ. ക്യൂബ നേരത്തെ തന്നെ അമേരിക്കയുടെ നോട്ടപ്പുള്ളിയാണ്. ക്യൂബയുടെ പ്രതികരണം അതുകൊണ്ട് തന്നെ ഇത് ക്രിമിനൽ ആക്രമണം എന്നും സ്റ്റേറ്റ് ടെററിസം എന്നും പറഞ്ഞുകൊണ്ടാണ് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അപലപിച്ചത്. ലാറ്റിൻ അമേരിക്കയ്ക്കെതിരെയുള്ള പൊതുവായ ആക്രമണമായി ഇതിനെ കരുതുന്നതായും ക്യൂബ പറഞ്ഞു. ഇതിനൊക്കെ അപ്പുറത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ നിലപാട് പ്രധാനമാണ്. കാരണം ഇപ്പോൾ അമേരിക്കയുടെ പല നിലപാടുകളോടും എതിർപ്പുള്ള, അതോടൊപ്പം തന്നെ സൗഹൃദത്തിൽ പോകുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ സംഘർഷങ്ങളിൽ ഏർപ്പെട്ട ട്രംപിൻ്റെ സമീപനങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് ഇന്ത്യ മുതൽ ചൈന വരെ. ചൈനയുടെ നിലപാട് US-ൻ്റെ ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയാണ് ചെയ്തത്. ഇത് വെനസ്വേലയുടെ പരമാധികാരത്തിനും ലാറ്റിൻ അമേരിക്കയുടെ സമാധാനത്തിനും ഭീഷണിയാണ് എന്ന് ചൈന വിശേഷിപ്പിച്ചു. സ്വതന്ത്ര രാജ്യത്തിനെതിരെ അനാവശ്യമായ ബലപ്രയോഗം എന്നാണ് അവർ ഇതിനെ പറഞ്ഞത്. ഇറാൻ ദേശീയ പരമാധികാരത്തിൻ്റെ ലംഘനം എന്നാണ് പറഞ്ഞത്. UN ഇടപെടേണ്ട സാഹചര്യം ഉണ്ട് എന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ട്രംപിൻ്റെ അടുത്ത ലക്ഷ്യം ഇറാനാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് UN കടുത്ത നിലപാട് ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്കെതിരെ സ്വീകരിച്ചത്. ഉത്തര കൊറിയ US-ൻ്റെ അധികാര ദുർവിനിയോഗം എന്നാണ് ഇതിനെ വിമർശിച്ചത്. അന്താരാഷ്ട്ര നിയമലംഘനമാണ് നടത്തിയത് അമേരിക്ക എന്നും അവർ പറഞ്ഞു. എന്നാൽ അമേരിക്കൻ ആക്രമണത്തെ അപലപിക്കാൻ ഇന്ത്യ തയ്യാറായില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. അത് ഇന്ത്യയുടെ പുതിയ സർക്കാർ, മോദിയുടെ മൂന്നാം സർക്കാരാണെങ്കിലും 2 ദശകം കഴിഞ്ഞും തുടരുന്ന NDA സർക്കാരിൻ്റെ സമീപനങ്ങളിലെ വ്യത്യാസം അമേരിക്കയോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് ഒരർത്ഥത്തിൽ വിമർശനം ഉയർന്നത് വിധേയപ്പെട്ട് എന്നുള്ള നിലയിലാണ്. അത്തരം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വലിയ തിരിച്ചടി നമുക്കുണ്ടായിട്ട് പോലും മോദിയുടെ നേതൃത്വം അവരെ തള്ളിപ്പറയാനോ അവർക്കെതിരായി നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള മറ്റ് നടപടികൾ കടുത്ത നിലയിൽ സ്വീകരിക്കാനോ തയ്യാറായില്ല എന്ന് മാത്രമല്ല അമേരിക്കയ്ക്ക് വിഷമുണ്ടാകാത്ത രീതിയിലാണ് പലപ്പോഴും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ പരമ്പരാഗത വിദേശ നയത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സമീപനം തന്നെയാണ്. കടുത്ത നിലയിൽ അപലപിക്കേണ്ട ഒരു പരമാധികാരത്തിന് മേൽ നടത്തിയിട്ട് നീക്കാണല്ലോ. അങ്ങനെ അപലപിച്ചിട്ടും ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അമേരിക്കൻ കോളനി പോലെ കഴിയുന്ന ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് ഈ സംഭവത്തിന് ശേഷം ബീജിങ്ങിലേക്ക് തിരിച്ചു. ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയത്, ചൈനയുടെ നിലപാട് പ്രഖ്യാപിച്ചതൊക്കെ ഒരേ സമയത്താണ്. അത് അമേരിക്ക പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ ഒരു സമീപനം പ്രതീക്ഷിച്ചതല്ല. ഉത്തര കൊറിയ അമേരിക്കയ്ക്കും ജപ്പാനുമെതിരെ പ്രയോഗിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ അടിയന്തരമായി ഇന്നലെ പരീക്ഷിച്ചതാണ് രണ്ടാമത്തെ കാര്യം. നമ്മൾ കൊറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചുള്ള വീഡിയോ മറ്റൊന്ന് ചെയ്തിരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെ സാധൂകരിക്കും മട്ടിൽ പുതിയ ഡെവലപ്മെൻറ്റുകൾ കൂടി വരുന്നു എന്നുള്ളതാണ്. വടക്കൻ കൊറിയയും ഒപ്പം ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും ഒരുപോലെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ വരുന്നത്. അത് ദക്ഷിണ കൊറിയ ഇത്രയും കാലം അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് മുന്നോട്ട് പോയ രാജ്യമാണെന്ന് കൂടി ഓർക്കണം. സമീപകാലത്ത് അവിടെ നേതൃമാറ്റമുണ്ടായി എന്നുള്ളത് ഇതിൻ്റെയൊക്കെ കാരണമായി നമുക്ക് പറയാൻ കഴിയുന്നതുമാണ്. എന്തായാലും മഡുറോയെ ബന്ദിയാക്കുന്നതിൽ വിജയിച്ചുവെങ്കിലും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് എണ്ണ സമ്പത്ത് കൈക്കലാക്കാനുള്ള നീക്കം ഇതുവരെ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയും എന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല. അത് വിജയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് ഉറപ്പാകാത്ത കാര്യമാണ്. പ്രതിപക്ഷത്തിൻ്റെ വിജയാഘോഷങ്ങൾ വെനസ്വേലയിൽ പലയിടത്തും ആസൂത്രിതമായി നടന്നിട്ടുണ്ട്. മച്ചാഡോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന, പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ചെറിയ വിജയാഘോഷ കൂട്ടായ്മകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വാർത്തയായി വരുന്നുമുണ്ട്. എന്നാൽ നിലവിലെ ഭരണകൂടവും സൈന്യവും അതിനെതിരെ പ്രതികരിച്ചില്ല. ആഘോഷങ്ങൾക്കെതിരെ നടപടി കൈക്കൊണ്ടിട്ടില്ല. സമാധാനം അങ്ങനെ വരുമ്പോൾ തകിടം മറിയും എന്ന് ഭരണകൂടം കണക്കാക്കുന്നു. അങ്ങനെ തകിടം മറിയുന്ന ഘട്ടത്തിൽ അമേരിക്ക രണ്ടാമത്തെ എൻട്രി കാത്തിരിക്കുകയാണ്. ആദ്യം തട്ടിക്കൊണ്ടുപോയി, രണ്ടാമത് വെനസ്വേലയിൽ ഇപ്പോൾ
സമ്മതിക്കാത്ത സാഹചര്യത്തിൽ കടന്നു കയറാനുള്ള കാരണം സമാധാനം തകർന്ന രാജ്യം എന്ന നിലയിൽ അരാജകത്വം എന്ന് പറഞ്ഞ് ഇടപെടാനാണ്. നേരത്തെ ഇറാഖിലൊക്കെ കണ്ടതാണല്ലോ. നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. വെനസ്വേല ഒന്നാകെ നിശബ്ദ പ്രതിഷേധത്തിലാണ് ഉള്ളത്. ആഘോഷ പ്രകടനങ്ങൾ ചെറിയ സംഘങ്ങളായി ആസൂത്രിതമായി നടന്നെങ്കിലും അವೆല്ലാം അടങ്ങി. അനീതി നടന്നു എന്ന ബോധത്തിലേക്ക് രാജ്യം ഒന്നാകെ എത്തി. ഇടക്കാല പ്രസിഡന്റും നിലപാട് വ്യക്തമാക്കി. അതോടെ ട്രംപിൻ്റെ രണ്ടാം ഘട്ട ഇടപെടലിനായി കാരണം കിട്ടുമെന്ന കാത്തിരിപ്പ് അസ്തമിച്ചു. ഇതാണ് പ്രകോപനത്തിൻ്റെ മൂന്നാമത്തെ കാരണവും. കൂടാതെ ന്യൂയോർക്കിലും വാഷിംഗ്ടണിലുമെല്ലാം ജനാധിപത്യവാദികളുടെ പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നുണ്ട്. ട്രംപിൻ്റെ മുക്കിൻ തുമ്പത്ത് മംദാനി മുതൽ ഹിലാരി ക്ലിൻ്റൺ വരെ ട്രംപിനെ തള്ളിപ്പറഞ്ഞു. വിചാരണ ചെയ്യുക എന്നത് അമേരിക്കയ്ക്ക് ഇനി ഉത്തരവാദിത്തമായി മാറി. മഡുറോയെ വധിക്കാൻ നീക്കം നടത്തിയാൽ സദ്ദാമിൻ്റെ കാലത്തേതുപോലെ എളുപ്പമായിരിക്കില്ല. ആധുനിക ലോകം പ്രതികരിക്കും. കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നു വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സമാന്തരമായി വെനസ്വേലയിൽ കടന്നുകയറി എണ്ണ സമ്പത്ത് കൈക്കലാക്കുക എന്നതും നിലവിലെ ഭരണകൂടത്തിൻ്റെ എതിർപ്പിനിടെ എളുപ്പമല്ല. ഗാസയിൽ ഇസ്രായേൽ ചെയ്തത് അമേരിക്ക വെനസ്വേലയിൽ ചെയ്യുമോ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. ആകപ്പാടെ അങ്കലാപ്പിലായ ട്രംപ് അന്തം വിട്ട കുന്തം എന്തും ചെയ്യുമെന്ന് പറയുന്ന പോലെ എന്തും ചെയ്തു കളയും എന്ന മട്ടിലുമാണ്. എന്തൊക്കെയാണ് എന്ന് ആശങ്കയോടെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.